നമുക്ക് കോട്ട മെറ്റീരിയലിൽ വരുന്ന സാരീസിൻ്റെ കളക്ഷനാണ്. അപ്പോൾ ഇതിനകത്ത് കോട്ട മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഒരു ഇടയ്ക്ക് ഇങ്ങനെ ചെറിയൊരു ടിഷ്യൂവിൻ്റെ ഒരു ത്രെഡും കൂടെ കയറി വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇങ്ങനെ ഭയങ്കര തിളങ്ങി നിൽക്കുന്ന സാരീസ് അല്ല, നല്ല സോഫ്റ്റായിട്ട് ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയലാണ്. അതിനകത്ത് ഒരു 2 ടൈപ്പിലുള്ള 2 റേഞ്ചിലുള്ള സാരീസാണ് കാണിക്കുന്നത്. 1480 ഒന്ന് 1950 അങ്ങനെ 2 റേഞ്ചിലുള്ള സാരീസാണ്. അപ്പോൾ കോട്ടായിൽ ചെറിയൊരു ടിഷ്യൂ ത്രെഡും കൂടെ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒരു എപ്പോഴും ഒരു ചെറിയൊരു ടിഷ്യൂ ബ്ലണ്ട് വരുമ്പോൾ നമുക്ക് ആ സാരിയുടെ ഭംഗി ഒന്നുകൂടെ അത് എലിവേറ്റ് ചെയ്യും. അപ്പോൾ അതേപോലെയുള്ള 2 പാറ്റേൺ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ടിഷ്യൂ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആരും ഇതാക്കണ്ട, ഭയങ്കര തിളങ്ങി നിൽക്കുന്ന സാരീസ് എന്ന് ആരും വിചാരിക്കേണ്ട, അങ്ങനത്തെ മെറ്റീരിയൽ അല്ല ഇത്. അപ്പം ഇതിൻ്റെ ഡിഫറെൻറ്റ് ഡിസൈൻസും ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് വരുന്നത് ഇതേപോലെ ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡ്. പിസ്ത ഗ്രീൻ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ നല്ല സറ്റിലായിട്ടുള്ളൊരു പിസ്ത ഗ്രീൻ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചെറിയ ടിഷ്യൂ ബ്ലെൻഡ് എന്ന്, അതിനകത്ത് ചെറിയൊരു ടിഷ്യൂവിൻ്റെ ഒരു ത്രെഡും കൂടെ ഇങ്ങനെ പോയിട്ടുണ്ട്. ഇത് സാരി നമ്പർ 1 ആണ്. ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയലും ആണ് ഇത്. ഇങ്ങനെയാണ് ഓൾ ഓവർ ദ ബോഡിയിൽ നമുക്ക് ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. ഇതിൻ്റെ എല്ലാ സാരിയിലും വരുന്ന പോലെ തന്നെ നമുക്ക് പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഹാഫായിട്ടായിരിക്കും വരുന്നത്. അതിൻ്റെ മുന്താണിയിലേക്ക് വരുമ്പോൾ ഇതേപോലെയാണ് ചെറിയൊരു ഇതേപോലെ ഒരു വീവ് ഡിസൈൻ വന്നിട്ടുണ്ട് മുന്താണിയിലേക്ക്. ബ്ലൗസ് വരുമ്പോൾ സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന ഈ സെയിം ബ്ലൗസാണ് വരുന്നത്. ഇതിൻ്റെ പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതേപോലെയാണ് ഡിസൈൻ വരുന്നത്. സോഫ്റ്റാണ്, ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയലാണ്. നമുക്ക് സ്റ്റാർച്ച് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല. നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല എളുപ്പമുള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് വന്നിരിക്കുന്ന പിസ്ത ഗ്രീൻ ഷെയ്ഡ്. പിസ്ത ഗ്രീൻ്റെ നല്ല സറ്റിലായിട്ടുള്ള ഒരു ഷെയ്ഡ്. ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷനാണ് എംബ്രോയ്ഡറിയുടെ. സാരി നമ്പർ 1. അടുത്ത് വരുന്ന സാരി നമ്പർ 2. സാരി നമ്പർ 2 വരുമ്പോൾ ഇത് നോക്കി ഇതേപോലെയാണ് ഒരു ഡസ്റ്റി പീച്ച് ടോണിലേക്ക് വരുന്ന സാരി. സാരി നമ്പർ 2 സെയിം ഡിസൈനും സെയിം പാറ്റേണും തന്നെ. സാരി നമ്പർ 2. അടുത്ത് വരുന്ന സാരി നമ്പർ 3 വരുമ്പോൾ ഇതേപോലെ ഒരു സീ ബ്ലൂ സീ ഗ്രീൻ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ടോൺ. സാരി നമ്പർ 3 സെയിം ഡിസൈനാണ് കേട്ടോ. സാരി നമ്പർ 4 ഒരു ലാവൻഡറിൻ്റെ ഒക്കെ ഒരു ഡസ്റ്റി ടോണിലേക്ക് വരുന്ന ഒരു ഷെയ്ഡ്. സാരി നമ്പർ 4. അടുത്ത സാരി നമ്പർ 5 വരുമ്പോൾ നമുക്ക് ഡിസൈൻ ഡിഫറെൻ്റ് ആണ്. ഇത് ഞാൻ ഫുൾ വിടർത്തി കാണിക്കാം കേട്ടോ. ഇതിൻ്റെ ഡിസൈൻ വരുമ്പോൾ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് ഉണ്ടോ. ഇതൊരു പിസ്ത ഗ്രീൻ ടോണാണ്. പിസ്ത ഗ്രീൻ ടോണിലേക്ക് ഡിസൈൻ വരുമ്പോൾ ഇതേപോലെ ലോവർ പോർഷനിൽ കുറച്ചും കൂടെ വലിയ ഫ്ലവേഴ്സും അപ്പർ പോർഷനിലേക്ക് വരുമ്പം കുറച്ചുകൂടെ ചെറിയ ഫ്ലവേഴ്സുമായിട്ട്. പാറ്റേൺ ഒക്കെ സെയിം തന്നെ, ആ എംബ്രോയ്ഡറിയിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ നമ്മൾ പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ നമുക്ക് എപ്പോഴും ആ ഒരു ലോവർ പോർഷനിലായിരിക്കുമല്ലോ അതിൻ്റെ വർക്ക്. ഇതേപോലെ ഈ ഒരു ചെറിയ വർക്കായിരിക്കും പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ വരുന്നത്. ഇതേപോലെ ഇതും ഒരു പിസ്ത ഗ്രീൻ ടോണാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് സെയിം തന്നെയാണ്. സാരി നമ്പർ 5. സാരി നമ്പർ 6 ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ ഒരു സീ ബ്ലൂ സീ ഗ്രീൻ ഷെയ്ഡ്. സാരി നമ്പർ 6. സാരി നമ്പർ 7 ഒരു ഡസ്റ്റി പിങ്ക് ടോൺ. സാരി നമ്പർ 7 ഡസ്റ്റി പിങ്ക്. സാരി നമ്പർ 8 പീച്ച്. സാരി നമ്പർ 8 പീച്ച് ടോൺ. നല്ല ലൈറ്റ് വെയ്റ്റുമാണ്, വളരെ കംഫർട്ടബിളുമാണ്. സാരി നമ്പർ 9 ആ ഡസ്റ്റി ലാവൻഡർ ടോൺ. അടുത്തത് വരുന്നത് ഇതും നമുക്ക് കോട്ട മെറ്റീരിയലിൽ തന്നെ അല്പം ടിഷ്യൂ ബ്ലെൻഡായിട്ടുള്ള മെറ്റീരിയലാണ്. ഇതിൻ്റെ വർക്ക് വരുന്നത് ഇതൊരു പിങ്ക് ടോണിൽ ഓൾ ഓവർ ദ ബോഡി ഇതേപോലെ എംബ്രോയ്ഡറി വർക്ക് വരും. ബ്ലൗസ് വരുമ്പോൾ സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ്, ഈ സെയിം മെറ്റീരിയൽ തന്നെ പ്ലെയിൻ ആണ് ബ്ലൗസ് വരുന്നത്. ഇതാണ് അതിൻ്റെ പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഇതേപോലെയാണ് അതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് സാരി നമ്പർ 10. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1950 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അടുത്ത് വരുന്ന അതിൻ്റെ പീച്ച്. സാരി നമ്പർ 11 പീച്ച് ടോൺ. ആ ഡിസൈൻ്റെ തന്നെ പീച്ച്. ഇനി വരുന്നത് നമുക്ക് യെല്ലോ.
ഇതിൻ്റെ കണ്ടോ, ഇത് ബോഡിയിൽ സാരി നമ്പർ 12 ആണ്. ചെറിയ ചെറിയ എംബ്രോയിഡറി വർക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. ബ്ലൗസ് വരുമ്പോൾ എല്ലാത്തിൻ്റെ സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന പ്ലെയിൻ ബ്ലൗസാണ്. സാരി നമ്പർ 12. 13 അതിൻ്റെ ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡ്. 13 പിസ്ത ഗ്രീൻ ഷെയ്ഡ് 1950. 14 വരുമ്പോൾ എഗെയിൻ യെല്ലോയുടെ കണ്ടോ ഡിസൈൻ ഡിഫറെൻ്റ് ആണ്. 14 ഡിസൈനിൽ മാത്രമുള്ള ഡിഫറൻസേ ഉള്ളൂ കേട്ടോ. കളർ സെയിം ആണ്. ആ ഒരു ഗ്രീൻ, പിസ്ത ഗ്രീൻ. ഇതാണ് എംബ്രോയിഡറി വർക്ക് ഓൾ ഓവർ ദ ബോഡിയിൽ വന്നിരിക്കുന്നത്. ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ. പീച്ച് വരുമ്പോഴും ഇതാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. നല്ല സോഫ്റ്റാണ് മെറ്റീരിയൽ. ഉടുക്കാനും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. 16. അടുത്ത് വരുന്ന സാരി നമ്പർ 17. ഇത് നമ്മൾ ആദ്യം കാണിച്ച ഒരു ചെറിയ ഡിസൈനില്ലേ, അതിനകത്താണ് കേട്ടോ. അതിനകത്ത് പിങ്കിൽ വന്നിരിക്കുന്ന സാരി നമ്പർ 17. അടുത്ത് വരുന്ന അതിൻ്റെ തന്നെ പീച്ച്. ആ ചെറിയ ഡിസൈനിൽ തന്നെ വന്നിരിക്കുന്ന പീച്ച് സാരി നമ്പർ 18. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ ടിഷ്യൂ കോട്ട മെറ്റീരിയലിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസ്. ഞാൻ പറഞ്ഞ പോലെ ടിഷ്യൂ കോട്ട എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഭയങ്കര തിളങ്ങി നിൽക്കുന്ന മെറ്റീരിയൽ അല്ല. കോട്ടയുടെ ത്രെഡിൻ്റെ വീവിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയ ടിഷ്യൂവിൻ്റെ ഒരു ത്രെഡും കൂടെ പോയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഭയങ്കര ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ടൈപ്പ് അല്ല കേട്ടോ. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നീ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. താങ്ക്